എന്തോ പൊന്നെ, പെണ്ണായി പറഞ്ഞ ഒരു ചെയ്യുന്ന കാര്യങ്ങളാണ് അവളവിടെ ചെയ്യുന്നത്. നേരെ വന്ന് മണിയറോട്ട് കയറി ഒരു ഒറ്റ കിടത്തം. പാവം എൻ്റെ ചെറുക്കൻ അടുക്കളയിൽ കിടന്ന് എന്തൊക്കെയാ പണിയെടുക്കുന്നത്. എൻ്റെ പൊന്നേ, എനിക്കത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ മച്ചമ്മയ്ക്ക് അടുക്കള കയറി എന്തായാലും കൈ സഹായം ചെയ്ത് കൊടുത്തുവിടായിരുന്നമ്മേ. അടാ, അല്ലെങ്കിൽ നീ അങ്ങനെ പറയൂ. എടാ, ഈ വയസ്സ് കാലത്ത് ഞാൻ ഇനി എന്തോ ചെയ്യാനാടാ? സാധാരണ എല്ലാ സ്ഥലത്തും അമ്മായി അമ്മമാരെ മരുമക്കളാ പേടിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. അല്ല, രത്നയ്ക്ക് വേറൊരു മുഖം കൂടെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആ മുഖം എടുത്ത് അവിടെ പോരടിച്ചിട്ടേ ഇങ്ങോട്ട് വന്ന ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇല്ല ഏട്ടത്തി, അത് നീയാണോ തീരുമാനിക്കുന്നത്? എനിക്കാരും സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. എടാ, അവള് നിന്നെക്കുറിച്ച് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, ജോലിയില്ല, അതുകൊണ്ട് നിന്നെ മാനേജരാക്കത്തില്ല എന്ന് അറിയാമോ? അങ്ങനെ പറയുന്നോളൂ. എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുന്നതേ മഹാഭാഗ്യം. ഞാൻ ഉള്ള പറയാലോ, എന്റെ മുമ്പിൽ നിൽക്കുന്ന പച്ചപ്പടക്കനെ ഈ തങ്കം ചേട്ടയുടെ അത്രയും ഹൃദയവിശാലത എന്തായാലും ലില്ലിപ്പെണ്ണില്ല. സത്യ ഞാൻ ഉള്ള ഒരാളുടെ മുഖത്ത് ഉള്ള കാര്യം പറയത്തുള്ളൂ തങ്കം ചേട്ടത്തി. അത് തന്നെ നിന്റെ സ്വഭാവം എനിക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് ലില്ലി പറഞ്ഞ കാര്യം ശരിയാ. ഒരു സ്ഥാനത്ത് നമ്മൾ ഒരാളെ വെക്കുമ്പോൾ അതിന് അതിൻ്റെതായ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും പഠിപ്പും വിവരവും എല്ലാം വേണം. അതുകൊണ്ട് നീ മാനേജർ ആവാൻ ചിലപ്പോൾ നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാവണം എന്നില്ല. യോഗ്യത നോക്കുകയെന്നുണ്ടെങ്കിൽ മച്ചമ്പ കിടക്കുന്ന പ്രസ്ഥാനത്തിന്റെ വെളി ചെന്നാണ്ട് ഇങ്ങനെ നോക്കാനേ പറ്റത്തുള്ളൂ. അകത്തോട്ട് കയറാൻ ലില്ലിപ്പെണ്ണ് സമ്മതിക്കത്തില്ല. ഹലോ, അത് എൻ്റെ അങ്ങള എനിക്ക് വേണ്ടി തുടങ്ങിത്തരുന്ന സ്ഥാപനം. അവിടെ ഞാൻ നിൽക്കുവോ ഇരിക്കോ തലയും കുത്തി കിടക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. അന്നേരം വന്നിട്ട് ചേച്ചി അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ MD-യുടെ കസേരയിൽ നിന്ന് ഞാനൊന്ന് അനങ്ങ പോലും ഇല്ല. അതറിയാവോ? ബിസിനസ്സുകാരി ആവുന്നതിന് മുമ്പ് മൊത്തം വാക്കുകൾ വലിയ വർത്താനമൊക്കെ പഠിച്ചല്ല. അതെൻ്റെ ഉള്ളിലൊരു ബിസിനസ്സുകാരി ഉണ്ട്. അത് ഉറങ്ങി കിടക്കുമായിരുന്നു. ഈ പ്രശ്നങ്ങളും പരിവട്ടങ്ങളൊക്കെ കാരണം അതവിടെ ഉറക്കിയിട്ടേക്കുമായിരുന്നു ഞാൻ. ഇപ്പൊ ദേ കനകനൊരു ഇത് വന്നു, ഞാൻ അതെടുത്ത് പുറത്തു വിട്ടിട്ടു. പുറത്തോട്ട് ചാടിയതൊക്കെ കൊള്ളാം, വല്ലവരുടെ നെഞ്ചത്തോട്ട് ഇന്ന് കയറില്ല. എനിക്കതേ പറയാൻ. ഇത് ഇത്ര കുനിക്കാനുള്ളത് അതെ. നീയൊക്കെ കഴിച്ചു കഴിഞ്ഞോ? എനിക്കൊന്ന് ഉറങ്ങണം ഇച്ചിരി നേരം. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണം നല്ലോണം. അതുപോലെ ഒന്ന് കടയിലൊന്ന് പോകണം. ഞാൻ 1-2 കട ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ബിസിനസിന്റെ തലങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാനുണ്ട്. തലം അതായത് ബിസിനസിന്റെ പ്രത്യേകതകള്. ഒരു കടയിൽ ചെന്ന് അവിടെ എത്ര പേര് വരുന്നുണ്ട്, അതപ്പോ നമ്മൾ അവിടെ എഴുതി വെക്കണം. അത് കഴിയുമ്പോൾ എത്ര രൂപ വരുമാനം കിട്ടി, എത്ര രൂപ നഷ്ടം വന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബിസിനസ് എന്ന് പറയാം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ബിസിനസിന്റെ ആ ടേസ്റ്റ് ഉള്ളവർക്കേ മനസ്സിലാവുള്ളൂ. എടാ, നിന്നെ പോലെ ഈ മെഷീനും തൂക്കിക്കൊണ്ട് അതും ചെയ്ത് ഇതും ചെയ്ത് നട്ടും ബോൾട്ടും അഴിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അമ്മക്കിനി വേണോ അമ്മേ? മതി. താ ഇങ്ങോട്ട്. അമ്മ കഴിച്ചു കഴിഞ്ഞോ? ഞാൻ ഒന്ന് കിടക്കാൻ പോവാ. എനിക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ വെക്കാനുണ്ട്.